ബിരിയാണിയാണോ ഇത് എന്ന് ചോദിച്ചാൽ ബിരിയാണിയല്ല. എന്നാൽ കപ്സ ആണോ? കപ്സ അല്ല. രണ്ടിൻ്റെയും കൂടെ ഒരു ചേട്ടനായിട്ട് വരും. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കുക്കർ ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കഷ്ണം പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പും, ഒരു 6-7 വെളുത്തുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്നും ചതച്ചതോ അങ്ങനെ ഒരു മസാല ഇട്ട് കൊടുക്കുന്നില്ല. ഇത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പോൾ ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ 2 തക്കാളി അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. തക്കാളിയും ചെറുതായിട്ടൊന്ന് വാടി കിട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഗരം മസാല ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്യണം. വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കണ മസാലയാണ്, അതുകൊണ്ട് തന്നെ വേറൊരു മസാലൻ്റെ ആവശ്യമില്ല. ഇത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 4 പച്ചമുളക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്യൊന്നും ചെയ്തിട്ടില്ല, മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചോറിനും ചിക്കനും കൂടെ ആവശ്യമുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പിടി മല്ലിച്ചപ്പും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുത്ത് മസാലയും അരിയും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒറ്റൊരു വിസിലടിച്ചാൽ മതി ചോറ്. ഒറ്റൊരു വിസിലിൽ അതിലുള്ള ചിക്കനും അരിയും എല്ലാം റെഡിയായി കിട്ടും. തൈരും പപ്പടവും മാത്രം മതി ഇതിൻ്റെ കൂടെ. വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ മടിയുള്ള സമയത്ത് നിങ്ങൾക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോറാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം മസാലയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ചൂട് കാലത്ത് നമുക്ക് കഴിക്കാനും പറ്റും. മറ്റേ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചിട്ടും അല്ലാണ്ട് തോന്നെ മസാലയൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുക. അതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുഡാണ്. നമ്മളെ ടേസ്റ്റി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സപ്പോർട്ട് ചെയ്യണേ.